ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീരഞ്ജ്. എൻ്റെ ചാനലിൻ്റെ പേര് ശ്രീരഞ്ജ് ശിവൻ ബിസിനസ് ട്രാവൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു ഇലക്ട്രിക് വണ്ടിയും പെട്രോൾ വണ്ടിയും തമ്മിലുള്ളൊരു കമ്പാരിസനാണ്. ഇലക്ട്രിക് വണ്ടി നഷ്ടമാണോ അല്ലെങ്കിൽ പെട്രോൾ വണ്ടിയാണോ ലാഭം, ഏതാണ് നമുക്ക് ലാഭകരമെന്ന് നോക്കാം. ഇലക്ട്രിക് വണ്ടി ലാഭകരമാവുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് വണ്ടി ലാഭകരമാവണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി ഡെയിലി ഓട്ടം വേണം. ഡെയിലി നല്ല രീതിയിൽ ഓട്ടം ഉള്ളവർക്ക് ഇലക്ട്രിക് വണ്ടി ലാഭമാണ്. ഇത് എക്സാമ്പിൾ പറഞ്ഞാൽ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, പുള്ളി സെയിൽസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുകയാണ്. പുള്ളിക്ക് ഒരു മാസം 6000 രൂപയുടെ പെട്രോളാണ് ആവുന്നത്. അങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് ഒരു വർഷത്തേക്ക് 72,000 രൂപയുടെ പെട്രോൾ. അങ്ങനെ വരുമ്പോൾ 5 വർഷത്തേക്ക് പുള്ളിക്ക് 3,60,000 രൂപയുടെ പെട്രോൾ ആവുന്നുണ്ട്. അങ്ങനെ ഒരാൾക്ക് ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലാഭകരമാണ്. കാരണം പുള്ളി ഒരു 1 ലക്ഷമോ അല്ലെങ്കിൽ 1,50,000 രൂപയ്ക്ക് അത്യാവശ്യം നല്ല വണ്ടികൾ ഇലക്ട്രിക് വണ്ടികൾ കിട്ടും. 1,00,000 രൂപ മുടക്കി ഒരു ഇലക്ട്രിക് വണ്ടി എടുത്തു കഴിഞ്ഞാൽ പോലും പുള്ളിക്ക് 5 വർഷം ഈ പറഞ്ഞ 3,60,000 രൂപ ആവേണ്ടടുത്ത് പുള്ളിക്ക് വെറും ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ കൂട്ടി വന്നാൽ പോലും പുള്ളിക്ക് ഒരു കൂടി വന്നാൽ ഒരു 1,50,000 ഒരു 25,000 രൂപ കറണ്ട് ചാർജ്, അല്ലെങ്കിൽ ഒരു മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു മാക്സിമം പോയ ഒരു 50,000 രൂപ ആയിരിക്കും കറണ്ട് ചാർജ് വരും. അപ്പോൾ അങ്ങനെ പോയാൽ പോലും ഒരു 2 ലക്ഷം രൂപയോളം പുള്ളിക്ക് വണ്ടിയുടെ വിലയും ഇലക്ട്രിക്കൽ ചാർജിനുമായിട്ടാവുന്നു. അങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് ഏകദേശം ഒരു 1,60,000 രൂപയോളം പുള്ളിക്ക് 5 കൊല്ലം കൊണ്ട് ലാഭകരമായി, പുള്ളിക്ക് സേവായി. അതുപോലെ ഓട്ടോ ഉള്ളവർക്ക് നല്ല ബെനിഫിറ്റാണ്. പിന്നെ അത് കഴിഞ്ഞ് നഷ്ടമില്ലാത്ത അല്ലെങ്കിൽ കുഴപ്പമില്ല, ഈ വണ്ടി എടുത്താൽ കുഴപ്പമില്ലാത്ത ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ പുതിയതായിട്ടൊരു വണ്ടി എടുക്കുന്നവർക്ക് ഇലക്ട്രിക് വണ്ടി ചൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഓട്ടം വേണം. പുതിയതായിട്ടൊരു വണ്ടി എടുക്കുന്ന ആൾക്കാണെങ്കിൽ ഇലക്ട്രിക് വണ്ടി എങ്ങനെയാണ് ലാഭകരമാകുന്നത്? പുതിയതായിട്ടൊരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു പെട്രോൾ വണ്ടിക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം വില വരുന്നുണ്ട്. അതേസമയം ഇലക്ട്രിക് വണ്ടിക്ക് 1,20 to 1,50 അല്ലെങ്കിൽ അതിന് മേലോട്ടാണ് വില. അത്യാവശ്യം ഒരു 1,20 തൊട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടികൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പെട്രോൾ വണ്ടി എടുത്ത ഒരാൾ ഇപ്പോൾ ഒരു 1 ലക്ഷം രൂപ മുടക്കി ഒരു പെട്രോൾ വണ്ടി എടുത്തിട്ട് പിന്നെയുള്ള ഒരു 5 കൊല്ലം നമുക്കൊരു ഇത് വെക്കാം. കാരണം ബാറ്ററിയുടെ ലൈഫ് 5 to 8 കൊല്ലമാണ്. അപ്പോൾ നമുക്ക് മിനിമം 5 കൊല്ലം വെക്കാം. അപ്പോൾ ഒരു പെട്രോൾ വണ്ടി എടുത്ത ഒരാൾ 5 കൊല്ലം കൊണ്ട് ഏകദേശം ഒരു 35,000 കിലോമീറ്റർ ഓടിയെന്ന് വെച്ചു. 35,000 കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ 5 കൊല്ലം മിനിമം ഉള്ള റേഞ്ചാണ്. 5 കൊല്ലം കൊണ്ട് 35,000 കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് എങ്ങനെ പോയാലും 1 ലക്ഷം രൂപയോളം പെട്രോളാവും. അതേസമയം 5 കൊല്ലം കൊണ്ട് ഇലക്ട്രിക് വണ്ടിയിൽ ഒരു 35,000 കിലോമീറ്റർ ഓടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് ഈ ഇലക്ട്രിക് വണ്ടിക്ക് മുടക്കിയതിൽ 1 ലക്ഷം രൂപയോളം തിരിച്ച് കിട്ടും. പുള്ളി കളയാൻ അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് കളയാനിരുന്ന പൈസ 1 ലക്ഷം രൂപയോളം പുള്ളിക്ക് തിരിച്ച് കിട്ടും. ബാക്കി പുള്ളിക്ക് 20,000 രൂപയോളം പുള്ളിക്ക് പിന്നെ വരുന്നത്. പിന്നെ എത്ര ഓടുന്നോ പിന്നെ ആ 20,000 കവർ ചെയ്ത് പിന്നെ എത്രയോ ഓടുന്നോ അത്രയും പുള്ളിക്ക് ബെനിഫിറ്റാണ്. അപ്പം ഡെയിലി ഒരു അത്യാവശ്യം ഒരു 20 കിലോമീറ്ററെങ്കിലും ഡെയിലി ഓടുന്നവർ എന്ന് വെച്ചാൽ ഒരു ദിവസത്തിലൊരു അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു 15 ലിറ്റർ പെട്രോൾ അടിക്കുന്ന, അല്ലെങ്കിൽ 1,590 രൂപയുടെ പെട്രോൾ ഒരു മാസം അടിക്കുന്ന ഒരാൾക്ക് ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു 5 വർഷത്തിൽ പുള്ളിക്ക് ഏകദേശം ഒരു 95,000 രൂപയുടെ പെട്രോളോളം വേണ്ടി വരും. 95,000 to 1 ലക്ഷം രൂപയുടെ പെട്രോളോളം വേണ്ടി വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് എടുത്താലും അവർക്ക് നഷ്ടമില്ല. കാരണം അവർ 5 കൊല്ലം കൊണ്ട് പെട്രോൾ അടിച്ച് കളയാൻ പറ്റിയിരുന്ന പൈസയ്ക്ക് ഒരു വണ്ടിയായി. പിന്നെ വരുന്ന വണ്ടി 5 കൊല്ലം കഴിഞ്ഞ് ബാറ്ററി ലൈഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്ക് എത്ര ഓടുന്നു അത്രയും പുള്ളിക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഓടാം. ഇതിനകത്ത് ഇത് പറഞ്ഞാൽ പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വണ്ടിക്ക് 5 കൊല്ലം കഴിഞ്ഞാലും കംപ്ലയിൻറ്റ് വരാൻ ചാൻസ് വളരെ കുറവാണ്. ഇലക്ട്രിക് വണ്ടിക്ക് 5 കൊല്ലം കഴിഞ്ഞ് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഒരു ചെറിയൊരു എമൗണ്ട് ഇറക്കേണ്ടതായിട്ട് വരും. കാരണം ബാറ്ററി ഒന്നീ ഫുള്ളായിട്ട് മാറണം, അല്ലെങ്കിൽ എത്ര സെല്ലാണോ പോയിരിക്കുന്നത് അത്ര സെല്ല് മാറിയാലും മതി. അപ്പോൾ അങ്ങനെ പുതിയതായിട്ട് വണ്ടി എടുക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത ഓട്ടം ഉണ്ടെങ്കിൽ, ഈ പറഞ്ഞ പോലെ 20 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ഡെയിലി ഓടുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് ഇലക്ട്രിക് വണ്ടിയിലോട്ട് എടുക്കുന്നതിൽ നഷ്ടമൊന്നും വരത്തില്ല. കാരണം ഇനി ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ബാറ്ററി കംപ്ലയിൻറ്റ് വന്നാൽ പോലും നമുക്ക് സെല്ലുകൾ മാറി, നമുക്ക് 10 സെല്ലാണെങ്കിൽ ഒരു 20 സെല്ലാണെങ്കിൽ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റീയൂസ് ചെയ്തുകൊണ്ട് പോകാം. അതേസമയം 35,000 കഴിഞ്ഞ് 50,000 കഴിഞ്ഞ് ഓടുന്നവർക്കാണെങ്കിൽ ഭയങ്കര ലാഭകരമാണ്. കാരണം ഒരു 5 വർഷം കൊണ്ട് ഒരു 70,000 കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1,80,000 രൂപയുടെ പെട്രോൾ അടിക്കേണ്ടി വരും. ആ സമയത്ത് നമ്മളൊരു 1,20 മുടക്കി ഒരാൾക്ക് 1,80,000 എന്ന് പറയുമ്പോൾ ഒരു 55,000 രൂപയോളം പുള്ളിക്ക് ലാഭമായി. പെട്രോള് വണ്ടിയുടെ പൈസ 1,20 കിട്ടുകയും കഴിഞ്ഞു, പിന്നെ 55,000 രൂപയോളം പുള്ളിക്ക് കിട്ടുകയും ചെയ്തു. പിന്നെ ആ പൈസ എടുത്തിട്ട് പുള്ളിക്ക് വേണമെങ്കിൽ ഒരു ബാറ്ററി കംപ്ലയിൻറ്റ് വന്നാലും മാറിയാൽ മതി. അപ്പം അതിനകത്ത് ലാഭമില്ല നഷ്ടമില്ലാത്തൊരു രീതിയിലോട്ട് പോകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയ പൈസയും വന്നു, പിന്നെ നമുക്ക് ബാറ്ററി അഥവാ കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് ഓൾറെഡി സേവ് ചെയ്ത് തന്ന പെട്രോളിൻ്റെ പൈസയ്ക്കകത്തും നമുക്ക് ബാറ്ററി മാറാനുള്ള പൈസ ഉണ്ട്. പിന്നെ ഇതിനകത്ത് നഷ്ടം വരാൻ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലൊരു പെട്രോൾ വണ്ടി ഉള്ള ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരു പെട്രോൾ വണ്ടി ഉള്ള ഒരാൾ, അത്യാവശ്യം ഒരു 40 കിലോമീറ്റർ മൈലേജ് ഉള്ള ഒരാൾ, വണ്ടി വലിയ ഓട്ടോ ഇല്ല, ഒരു 5 to 10 കിലോമീറ്റർ ഡെയിലി ഓടുന്നുള്ളൂ, അങ്ങനെയുള്ള ഒരാൾക്ക് നഷ്ടമാണ്. കാരണം 5 to 10 കിലോമീറ്റർ ഡെയിലി ഓടുന്ന ഒരാൾക്ക് എങ്ങനെ പോയാലും ഒരു മാസം ചിലപ്പോൾ 1000 രൂപയുടെ പെട്രോളേ ആവത്തുള്ളൂ. അങ്ങനെ നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ 12,000 രൂപയുടെ പെട്രോൾ, അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ 5 വർഷം കൊണ്ട് പുള്ളിക്ക് 60,000 രൂപയുടെ പെട്രോളേ ആവുന്നു. 5 വർഷം ഓടാം 60,000 രൂപയുടെ പെട്രോൾ. അങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് ഒരു 10 കൊല്ലം ഓടാൻ 1,20,000 രൂപയുടെ പെട്രോളേ ആവുന്നു. അപ്പോൾ 1,20,000 രൂപയുടെ പെട്രോള് പുള്ളിക്ക് അടിക്കാനുള്ള പൈസ പുള്ളിയുടെ കയ്യിൽ ഓൾറെഡി പെട്രോൾ സ്കൂട്ടർ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ കയ്യിൽ സേഫാണ്. അപ്പോൾ ആ 1,20,000 രൂപയ്ക്ക് പുള്ളിക്ക് ഇനിയുള്ള 10 കൊല്ലം ഓടാം. അപ്പോൾ ആ 10 കൊല്ലം ഓടാൻ പറ്റുന്നതുകൊണ്ട് പുള്ളിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ നഷ്ടമാണ്. കാരണം ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ 1,20,000 ആദ്യമേ കൊടുക്കണം, 1,20,000 രൂപ ആദ്യമേ കൊടുക്കണം. പിന്നെ നമ്മളത് മേക്കപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു മിനിമം ഒരു 35,000 അല്ലെങ്കിൽ 50,000 കിലോമീറ്റർ ഓടിയാൽ മാത്രമേ മേക്കപ്പ് ചെയ്ത് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടും വണ്ടി സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാത്തൊരു മൈലേജുള്ള പെട്രോൾ സ്കൂട്ടർ ഉണ്ടെങ്കിൽ, വലിയ ഓട്ടോ ഇല്ലാത്തവരാണെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് നഷ്ടം തന്നെ ആയിരിക്കും. അപ്പം അവർക്കൊരു 5 കൊല്ലം കഴിഞ്ഞ് പിന്നെ ഈ വണ്ടി കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ, ഓട്ടോ ഇല്ലാത്തവരാണെങ്കിൽ ചിലപ്പോൾ ഒരു 10,000 15,000 അല്ലെങ്കിൽ 20,000 കിലോമീറ്റർ ഒരു 5 കൊല്ലം കൊണ്ട് ഓടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ബാറ്ററി വാറണ്ടിയും കഴിയും. പിന്നീട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു എമൗണ്ട് മുടക്കേണ്ടി വരും. അങ്ങനെയുള്ളവർക്ക് നഷ്ടമായിട്ടേ വരത്തുള്ളൂ. അതേസമയം നല്ല രീതിയിൽ എത്ര ഓടുന്നോ അത്രയും ബെനിഫിറ്റാണ്. ഞാൻ പറഞ്ഞ 5 കൊല്ലം കൊണ്ട് 70,000 കിലോമീറ്റർ ഓടുന്ന ഒരാൾക്ക് ഭയങ്കര ലാഭകരമാണ്. കാരണം അവർക്ക് എങ്ങനെ പോയാലും 1,80,000 രൂപ മിനിമം ഇപ്പോഴത്തെ കണക്ക് വെച്ചിട്ട് പെട്രോൾ അടിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പം ഒരു 1,20,000 മുടക്കുന്ന ആൾക്ക് എങ്ങനെ പോയാലും പിന്നെയും ബാലൻസ് പൈസ പുള്ളിക്ക് കിട്ടിക്കഴിഞ്ഞു. അതും സെയിൽസ് എക്സിക്യൂട്ടീവ് പോലെ ജോലി ചെയ്യുന്നവർക്ക് ഭയങ്കര ലാഭകരമാണ്. കാരണം എങ്ങനെ പോയാലും ഞാൻ പറഞ്ഞില്ല, ഒരു മാസം തന്നെ 6,000 രൂപയുടെ പെട്രോൾ അടിക്കുന്നവരുണ്ട്, ഒരു വർഷത്തിൽ 72,000 രൂപയുടെ, 5 കൊല്ലത്തിൽ 3,60,000 രൂപയുടെ പെട്രോൾ അടിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് ഭയങ്കര ലാഭകരമാണ്. അപ്പം എത്ര ഓട്ടം ബേസ് ചെയ്തിരിക്കും നമുക്ക് പെട്രോൾ സ്കൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ ലാഭകരമാണെന്ന് നമ്മൾ കണക്കാക്കാം. അതുവേ ഓട്ടോ ഉള്ളവർക്ക് ലാഭകരവും ഓട്ടോ ഇല്ലാത്തവർക്ക് നഷ്ടവുമാണ്. അതാണ് ഇലക്ട്രിക് സ്കൂട്ടർ വിത്ത് പെട്രോൾ സ്കൂട്ടർ തമ്മിലുള്ള കമ്പാരിസൺ വരുന്നത്. പിന്നെ നമുക്ക് ഒരു വണ്ടി അത്യാവശ്യം ഇലക്ട്രിക് പുതിയ ഒരു നാടോടുമ്പോൾ നടുക ഓടണമെന്ന് പറയത്തില്ല, അതുപോലെ പുതിയൊരു കാലഘട്ടത്തിൽ ഓടിക്കാൻ വേണ്ടിയാണെങ്കിൽ അതുപോലെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓട്ടോ ഒക്കെ ഉണ്ട്, എന്നാൽ കുഴപ്പമില്ല എന്നൊക്കെയുള്ള ധാരണയുള്ളവർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാം. പുതിയൊരു വണ്ടിയോ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു 5 കൊല്ലം കൊണ്ട് ഒരു 10,000-30,000 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നഷ്ടമില്ല. കാരണം മുടക്കിയ പൈസയുടെ ഒരു 90% തിരിച്ചു വന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ തീരെ ഓട്ടോ ഇല്ലാത്തവർ എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓട്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പെട്രോൾ വണ്ടിയേക്കാളും ഏറ്റവും നല്ലത് ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.